ഹായ് ഫ്രണ്ട്സ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇത് ഊട്ടി ടൗണിലെ ചാരിങ് ക്രോസ് എന്ന് പറയുന്ന ജംഗ്ഷനാണ്. റൈറ്റ് സൈഡിൽ കാണുന്നത് കൊമേഴ്ഷ്യൽ റോഡ്. ലെഫ്റ്റിലോട്ട് പോയ ദൊദ്ദപേട്ട, കുറച്ച് മുമ്പോട്ട് പോയിട്ട് റൈറ്റ് എടുത്താൽ റോസ് ഗാർഡനിലേക്ക് പോകുന്ന വഴി, നേരെ പോയാൽ കുനൂർ റോഡ്. നമുക്ക് കുനൂർ റോഡിലേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് നമ്മളിന്ന് കിന്നക്കോരയ്ക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് എടുക്കണം. നേരെ പോയാൽ കൂനൂർക്കാണ് പോകുന്നത്. അവിടുന്ന് മേട്ടുപ്പാളയം, കോയമ്പത്തൂർ, പാലക്കാട് ആ വഴിയാണ്. ഇപ്പോൾ നമ്മൾ റൈറ്റ് എടുത്ത് പോകുമ്പോൾ ലവ്ഡെയിൽ എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ലവ്ഡെയിൽ റെയിൽവേ സ്റ്റേഷൻ ഫേമസ് ആണ്, പല മൂവിയിലും ഒക്കെ ഉണ്ട്. പിന്നെ ലോറൻസ് സ്കൂള്, അതും പല മൂവീസിലുള്ളതാണ്. ആ റോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഞാനിപ്പോൾ പറഞ്ഞ ലോറൻസ് സ്കൂള്. ഒരുപാട് മൂവീസിലുള്ളതാണ്, നിങ്ങൾക്കറിയാമായിരിക്കും. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒപ്പം, അങ്ങനെ പല മൂവീസിലുണ്ട്. പിന്നെ ആ ചേർച്ച്, അതാണ് തമിഴ് സിനിമ മിൻസാരക്കനവ് ഓർമ്മയുണ്ടോ? അരവിന്ദ് സ്വാമി, കാജലൊക്കെ അഭിനയിച്ച ആ കാജലിൻ്റെ ചേർച്ച് സീനൊക്കെ ഈ പള്ളിയിലായിരുന്നു. ഇതാണ് ഗാന്ധിപ്പേട്ട. നമ്മുടെ ഇന്നത്തെ ഈ ഡ്രൈവിൽ ഫസ്റ്റ് ഹെയർ പിൻ ബെൻഡ് ഇതാണ്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ 10-40 മേലെയുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു നല്ല വ്യൂ പോയിൻ്റാണ്. അവിടെ ടൂറിസ്റ്റൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാറുള്ളതാണ്. അത് തൊട്ട് മുന്നേ ഒരു വഴി താഴേക്ക് പോകുന്നുണ്ട്. അതുവഴിയാണ് ലൈറ്റ് ആൻഡ് ലൈഫ് അക്കാഡമിയിലേക്ക് പോകുന്നത്. അത് ഒരു ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതേ വഴി കൂനൂരിലേക്കും പോകാം. നമ്മളുടെ മെയിൻ റോഡ് കൂനൂരിലേക്കുള്ളത് അവിടെ നിന്ന് തിരിഞ്ഞെങ്കിലും ഈ വഴിയിൽ പല ഭാഗങ്ങളിൽ നിന്നും കൂനൂരിലേക്ക് വഴികൾ തിരിയുന്നുണ്ട്. ഏതായാലും മഴ ആയതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിയില്ല. ഊട്ടിയിൽ നിന്നും കിന്നക്കോരയ്ക്ക് ഏകദേശം 50 കിലോമീറ്ററാണുള്ളത്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 14 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു. കൂനൂർക്ക് പോകുന്ന മറ്റൊരു വഴിയാണ്. ഇവിടുന്ന് ഈ ഹെയർ പിൻ ബെൻഡ് തിരിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ നമ്മൾ നേരെയാണ് പോകുന്നത്. കുന്താന്ന് അവിടെ ബോർഡുണ്ട്. അത് കുന്താന്ന് പറയുന്ന സ്ഥലം, അവിടെ ഒരു ഡാമുണ്ട്. ഇനി കിന്നക്കോരയെ പറ്റി പറയാം. കിന്നക്കോര എന്ന് പറയുന്ന ഗ്രാമം നീൽഗിരി ഡിസ്ട്രിക്റ്റിൽ കുന്ദ താലൂക്കിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. കിന്നക്കോരയിൽ മുമ്പൊക്കെ ഒരുപാട് കോഫി പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോഫി ഇല്ല, ടീ ആണ് മെയിനായിട്ടുള്ളത്. ടീ എസ്റ്റേറ്റ്, ടീ ഫാക്ടറിയൊക്കെയാണ്. പിന്നെ അതുകൂടാതെ ഊട്ടിയിൽ സാധാരണ കാണപ്പെടുന്ന കൃഷികളായ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാബേജ്, ബ്രോക്കലി, ഇങ്ങനെയുള്ള എല്ലാ കൃഷികളും ഇവിടെയും ചെയ്യുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് ടീ ആണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, കിന്നക്കോര എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ എന്താണ് കാണാനുള്ളത് എന്നതല്ല, ഈ ഡ്രൈവാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിക് ആയിട്ടുള്ള ഡ്രൈവാണ്. നിങ്ങൾ നേച്ചർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഫോറസ്റ്റ് ഡ്രൈവ്സ്, അങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡ്രൈവിന് പോകാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഫ്യൂവലൊക്കെ നമുക്ക് പെട്രോൾ, ഡീസലൊക്കെ ഊട്ടിയിൽ നിന്ന് തന്നെ, ടൗണിൽ നിന്ന് തന്നെ ഫില്ല് ചെയ്തോണം. ഓൺ ദ വേയിൽ വേറെ പെട്രോൾ പമ്പ്സ് ഇല്ല. പിന്നെ മഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നാലാണ് ആകെ ഒരു പെട്രോൾ പമ്പ് ഉള്ളത്. സോ ബെറ്റർ ടു ഫിൽ ദ പെട്രോൾ ഫ്രം ഊട്ടി ഇറ്റ് സെൽഫ്. പിന്നെ വേറൊരു കാര്യം, പിന്നെ വലിയ റെസ്റ്റോറൻറ്റ്സോ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് ഏത് സമയത്താണ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ലഞ്ചിൻ്റെ സമയമൊക്കെ ഇൻ ബിറ്റ്വീൻ വരികയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇവിടെ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയ ഷോപ്സാണ്, ചെറിയ ഹോട്ടൽസും ചെറിയ റെസ്റ്റോറൻറ്റ്സൊക്കെയാണ് ഉള്ളത്. സോ എന്തെങ്കിലും അങ്ങനെയുള്ള
ലഞ്ച് ടൈമോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈം ഈ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്നുണ്ടെങ്കിൽ കയ്യിൽ ടൗണിൽ നിന്ന് തന്നെ എന്തെങ്കിലും ഈറ്റബിൾസ് വാങ്ങി കുടിക്കാനും ഒക്കെ ഉള്ളത് കയ്യിൽ കരുതിക്കൊള്ളുക. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുവാണെങ്കിൽ അവർക്ക് വേണ്ടിയത് സ്നാക്സും അങ്ങനെയുള്ളതൊക്കെ കയ്യിൽ കരുതിക്കൊള്ളുക. അല്ലെങ്കിൽ മഞ്ചൂർ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ വാങ്ങാനേ പറ്റുള്ളൂ. സോ അതൊരു സജഷനാണ്. പിന്നെ ATMs ഒക്കെ ഈ മഞ്ചൂർ എന്ന് പറഞ്ഞ എന്തുണ്ടെങ്കിലും ഈ മഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. ഇപ്പോൾ കയ്യിൽ ഇത്തിരി ലിക്വിഡ് ക്യാഷൊക്കെ കരുതുന്നത് നന്നായിരിക്കും. ചിലപ്പോൾ ഗൂഗിൾ പേ ഒക്കെ വർക്ക് ചെയ്യാതെയോ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ സോ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളുക നിങ്ങൾ ഈ കിന്നക്കോരയിലേക്ക് ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ. ഞാൻ പിന്നെ എനിക്ക് ലഞ്ച് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാനത് കാണിച്ചിരുന്നു. ഇത്തിരി മീൻ വറുത്തതും നമ്മുടെ ചമ്മന്തിയും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഓംലെറ്റും തൈരും ഒക്കെ ആയിട്ട് ഞാൻ ലഞ്ച് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാനിങ്ങനെ ചുമ്മാ ഡ്രൈവ് പോകുമ്പോൾ സാധാരണ ചിലപ്പോൾ അങ്ങനെ ചെയ്യും. ഇങ്ങനെ നൊസ്റ്റാൾജിക്കായിട്ടുള്ള ആ ഒരു ലഞ്ച് ബോക്സിൽ അങ്ങനെ പാക്ക് ചെയ്തെടുക്കാറുണ്ട്. പിന്നെ ഞാൻ കോഫിയും ഉണ്ടാക്കി ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയ ടീ ഷോപ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ കിന്നക്കോരയിൽ എത്തിയാലും അവിടെ ചെറിയൊരു ടീ ഷോപ്പുണ്ട്, അല്ലെങ്കിൽ മഞ്ചൂരുണ്ട്. ഓൺ ദ വേയിൽ ചെറിയ ടീ ഷോപ്സൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെ ചെയ്യുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ മഞ്ചൂരെത്തി. ഇവിടുന്ന് റൈറ്റ് ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ആകെയുള്ള പെട്രോൾ പമ്പ്. ഇപ്പം നമുക്ക് പെട്രോളോ ഡീസലോ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചെയ്യാം. പിന്നെ മഞ്ചൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കും കേരളത്തിലേക്കൊക്കെ പോകാനുള്ള വഴിയുണ്ട്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സീനിക്കായിട്ടുള്ള റൂട്ടാണ്. ആനയൊക്കെ ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് ടൈമിംഗ് റെസ്ട്രിക്ഷനുണ്ട്. പിന്നെ കിന്നക്കോരയ്ക്ക് സൂര്യൻ ഉദിക്കാത്ത നാട് എന്നുകൂടെ പറയും. കാരണം നട്ടുച്ചയാണെങ്കിലും നല്ല മിസ്റ്റോ അല്ലെങ്കിൽ ഭയങ്കര ക്ലൗഡി ആയിട്ടോ അല്ലെങ്കിൽ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക, എപ്പോഴും ഒരു മൂടിയ വെതറായിരിക്കും. ഇപ്പം നമ്മൾ ഊട്ടി ടൗണിൽ നിന്ന് വരുമ്പം അവിടെ എത്ര തണുപ്പാണെന്ന് പറഞ്ഞാൽ കൂടെ ഇവിടെ വരുമ്പം വേറെ തന്നെ ഒരു വെതറായിരിക്കും. ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, ഇതാദ്യമായിട്ടല്ല വരുന്നത്. അപ്പോഴൊക്കെ അങ്ങനെയായിരുന്നു. ഇന്ന് പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഇത്തിരി ബെറ്ററാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇതിനെ കഴിഞ്ഞും ഭയങ്കര മിസ്റ്റായിരുന്നു. ഞാൻ നട്ടുച്ചയ്ക്കാണ് അതിൻ്റെ കൂടെ പാസ് ചെയ്യുന്നത്. എന്നിട്ട് വണ്ടിയിൽ ലൈറ്റിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്തത്. പിന്നെ ഒട്ടും കാണാൻ പറ്റാതെ അങ്ങനത്തെ ഒരു വെതറായിരിക്കും എപ്പോഴും.
ഇതാണ് തായ്ശോല. തായ്ശോല ടീ എസ്റ്റേറ്റ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീ എസ്റ്റേറ്റ് ആണ്. നല്ലൊരു ഫീലാണ് ഇതിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ. ഞാൻ ഈ കിന്നക്കോര റൂട്ടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇത്തിരി സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞാൻ ഈ ഫ്ലാസ്കിൽ കോഫിയൊക്കെ എടുത്തിട്ട് വരുമല്ലോ, അപ്പം ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് കോഫി കുടിക്കുക ഒരു നല്ലൊരു ഫീലാണ്. ഇപ്പം എൻ്റെ കയ്യിലുള്ള കോഫി തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ നിർത്തി കുടിക്കാനാണ് പ്ലാന്. പിന്നെ ഇത് ഓർഗാനിക് ടീ പ്ലാന്റേഷനാണ്. പിന്നെ ഒരു കാര്യമുള്ള ഇവിടെ വണ്ടി ഒതുക്കാനുള്ള സ്പേസ് കുറവാണ്. ചെറിയ വഴിയാണ്, 2-3 സ്പോട്ടേ ഉള്ളൂ നമുക്ക് വണ്ടി ഒതുക്കാനായിട്ടുള്ളത്. ഈ ഒരു സ്ഥലത്താണ് ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ടെന്ന് പറഞ്ഞാൽ കയ്യിൽ കൊണ്ടുവന്നിട്ടുള്ള എന്തെങ്കിലും കഴിക്കാനായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നൊരു സ്ഥലം. ഇപ്പം നമ്മൾക്ക് വണ്ടി ഇങ്ങോട്ട് ഒതുക്കി പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമുണ്ട്. പിന്നെ ഒരു ബസ് സ്റ്റോപ്പും കൂടെയാണ്. ഇങ്ങനെ വീടുകളൊന്നും അടുത്തില്ലെങ്കിൽ കൂടെ ഇങ്ങനെ എസ്റ്റേറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ആളനൊക്കെ ഉണ്ടായിരിക്കും ചെറുതായിട്ട്. തീരെ അങ്ങ് കാട്ടിനകത്തിരിക്കുന്ന പോലെ ആയിരിക്കില്ല, പക്ഷേ ആനിമൽസൊക്കെ ഉള്ള ഏരിയയാണ്. പിന്നെ ആനിമൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ വീട്ടുമുറ്റത്തെ പുലിയും കരടിയും എല്ലാം വരുമല്ലോ. പിന്നെ രാത്രി ട്രാവൽ ചെയ്യുന്ന സേഫ് ആയിരിക്കില്ല. വഴിയിൽ എന്താ പറയുക, ഈ ബൈസൺ എന്ന് നമ്മളിവിടെ പറയും, ഒരു കാട്ടുപോത്ത്, അത് വഴിയിലൊക്കെ ഉണ്ടായിരിക്കും. അതിന് നല്ല മൂഡ്, അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യും, വണ്ടിയൊക്കെ തൂക്കി വീശും അങ്ങനെ. ഏതായാലും ഇന്ന് ഞാൻ വഴിയിൽ കണ്ടില്ല, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും വഴിയിലുണ്ടായിരുന്നു. പിന്നെ കുരങ്ങുകളുണ്ട്, പല ടൈപ്പുകൾ. പിന്നെ ഇന്ന് ആകപ്പാടെ കണ്ടത് ഈ വരയാട്, നീൽഗിരി താർ എന്ന് പറയില്ലേ, അതിനെ കണ്ടു. നല്ല വലിയ ഒന്നായിരുന്നു, പക്ഷേ ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ്. ക്യാമറ ഇത് എടുത്തപ്പോഴത്തേക്കും അത് ഓടിപ്പോവുകയും ചെയ്തു, അതുകൊണ്ട് മിസ്സായി. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കണ്ടതാണ്, നീൽഗിരി ലങ്കൂർ. ഇപ്രാവശ്യം ഇവന്മാരെ കണ്ടില്ല. മറ്റേ നോർമൽ കുരങ്ങന്മാരുണ്ടായിരുന്നു.
അത് വരയാടിനെ കണ്ട് അതിൻ്റെ മേലോട്ട് പോകുന്നത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. എനിക്കത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഷൂട്ട് ചെയ്യാനും പറ്റില്ല. പക്ഷേ അതിങ്ങനെ നോക്കി നിന്നു. പക്ഷേ ഞാൻ വണ്ടി നിർത്തി ക്യാമറ ഇതെടുത്തപ്പോഴത്തേക്കും അതതിൻ്റെ പാട്ടിന് പോയി. നിങ്ങൾ ഈ ഊട്ടിയിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വരികയും ഇങ്ങനെ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ട്സൊക്കെ കവർ ചെയ്യുക, ഇപ്പോൾ പൈക്കര, ബൊട്ടാണിക്കൽ ഗാർഡൻ, റോസ് ഗാർഡൻ, ടോത്തബേട്ട, ഷൂട്ടിംഗ് സ്പോട്ട്സ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, ബോട്ടിങ്, ഇതെല്ലാം കവർ ചെയ്തിട്ട് പിന്നെ അത് പിന്നെ റിപ്പീറ്റഡ്ലി കാണാനായിട്ട് ഒന്നുമില്ല. പിന്നെ ഇവിടെ ഉള്ള ഈ ഒരു വെതർ, ഈ ഒരു നേച്ചർ, ഇതൊക്കെയാണല്ലോ ഇവിടെ എൻജോയ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ചൂടുള്ള സ്ഥലത്ത് നിന്ന് അതിനായിരിക്കുമല്ലോ ആൾക്കാർ ഇവിടെയൊക്കെ വരിക. അപ്പോൾ ഈ തിരക്കൊഴിഞ്ഞ ഈ ഒരു കിന്നക്കോര ഭാഗത്തേക്ക് ഒരു ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ലൊരു ആ ഒരു ഡ്രൈവ് ഒരു ഫീലാണ്. അല്ലാതെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കാണാനുണ്ടെന്നോ അവിടെ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്തെങ്കിലും ഉണ്ടെന്നോ അങ്ങനെയല്ല പറയുക. ഇപ്പം പക്ഷേ ഒരുപാട് പേരിത് വ്ളോഗ് ചെയ്തിട്ട് ഒരുപാട് പേര് ഈ ഒരു സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറേ മലയാളി കേരള വണ്ടികൾ കണ്ടു. 2 വീലറായിട്ടും അല്ലാതെയും. നേരത്തെ 2 വീലേഴ്സായിരുന്നു. ഈ വ്ളോഗ് ചെയ്യുന്ന ബൈക്കിൽ വരുന്ന ഒത്തിരി പേര് വരുന്ന ഓരോ പ്രാവശ്യം ഞാൻ കാണാറുണ്ട്. ഇപ്പം ഇന്ന് കുറേ ഫാമിലീസ് ഇങ്ങനെ പല കാറുകളിൽ വരുന്നത് കണ്ടു. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ, ഈ കിന്നക്കോര, മഞ്ചൂർ ഈ ഒരു റൂട്ടിൽ ഡ്രൈവ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഒന്ന് വരാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു.
അങ്ങനെ പറഞ്ഞ് നമ്മൾ കിന്നക്കോര എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതൊരു ചെറിയ സ്ഥലമാണ്. ഇതൊരു ചെറിയ ചായക്കടയും അങ്ങനെ 2-3 കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ടീ ഫാക്ടറി അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിനപ്പുറത്തോട്ട് ഇനി ഒരു 3 കിലോമീറ്ററിൽ ഹിരിഗസീഗ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്, ഒരു ഗ്രാമമാണുള്ളത്. അങ്ങോട്ട് നമ്മളെ അനുവദിക്കാറില്ല പുറത്തുനിന്ന് വരുന്നവരെ. അതൊരു ബഡുഗ കമ്മ്യൂണിറ്റിയുടെ ഒരു ഗ്രാമമാണ്. അതാണ് ലാസ്റ്റ് ഗ്രാമം. ഈ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ ഈ സൈഡിലെ ലാസ്റ്റ് ഗ്രാമം ആണ് അതറിയപ്പെടുന്നത്. ആക്ച്വലി ഇതിനപ്പുറത്തോട്ട് നമ്മുടെ കേരള ബോർഡറാണ്. മുമ്പൊക്കെ ഇതിലെ കൂടെ പോകാമായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് കടത്തിവിടില്ല. പിന്നെ ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് നടക്കുവാണെങ്കിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പക്ഷെ അത് ഈ വന്ന വഴിയിൽ കണ്ടതിലും വലുതായിട്ടൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ ഇവിടെ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് പോയി ജസ്റ്റ് ഒരു യു ക്യാൻ ഹാവ് എ ലുക്ക്, അങ്ങനെയുള്ളൂ. ഇനിയിപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് തിരിച്ച് വീണ്ടും നമ്മുടെ തായ്ഷോല എസ്റ്റേറ്റിൽ നിർത്തിയിട്ട് എനിക്കെൻ്റെ കോഫിയൊക്കെ ഒന്ന് കുടിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കിന്നക്കോരയ്ക്ക് തൽക്കാലം ബൈ പറഞ്ഞിട്ട് മടങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ ഉടനെ തായ്ഷോല എത്തും. അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് സമയം ചിലവഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് മടങ്ങിപ്പോകാം. നിങ്ങൾക്കിഷ്ടമാണോ ഇങ്ങനെയുള്ള യാത്രകളും ഡ്രൈവ്സും ഒക്കെ? അപ്പോൾ ഇതുവരെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ഒരുപാട് താങ്ക്സ്. ഇറ്റ് മീൻസ് എ വേൾഡ് ടു മീ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും സന്തോഷമായിരിക്കുക. ഒരുപാട് സ്നേഹത്തോടെ ബൈ.